ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാമോ? ഭൂട്ടാന്റെ തലസ്ഥാനമായ തിമ്പുവിൽ ബുദ്ധ ഡോറന്മാരുടെ മുൻപിലാണ് നിൽക്കുന്നത്. ലോകത്തിന്റെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ഇതുപോലെ ഒരു ബുദ്ധ ഡോറന്മ തിമ്പുവിൽ പണിയെഴുപ്പിക്കണമെന്ന് 8th സെഞ്ചുറിയിലെ ഗുരു പത്മസാംബവായും 20th സെഞ്ചുറിയിലെ യോഗി സോന സാങ്ബോയും പ്രവചിച്ചിരുന്നു. അതിനെ ആസ്പദമാക്കിയാണ് 2015 ഭൂട്ടാന്റെ 4th കിങ്ങിന്റെ 60th ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഈ ഭീമാകാരമായ ബുദ്ധ ഡോറന്മ പണിയെഴുപ്പിച്ചത്. ബുദ്ധ ഡോറന്മ എന്ന ഈ ബ്രോൺസ് സ്റ്റാച്യുവിന് 51.4 മീറ്റർ പൊക്കമുണ്ട്. ശ്രീബുദ്ധ ഇരിക്കുന്ന ഈ സ്റ്റാച്യു ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിപ്പം കൂടിയ ഒന്നാണ്. ഈ സ്ഥലം ബുദ്ധ പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ടെമ്പിളിനകത്ത് കയറണമെങ്കിൽ നമ്മൾ 500 രൂപയുടെ ഒരു ടിക്കറ്റ് എടുക്കണം. 3 നിലകളുള്ള ഒരു ടെമ്പിളാണിത്. ഈ ടെമ്പിളിന്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ സാധിക്കത്തില്ല കേട്ടോ. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, കരകൗശലത്തിന്റെ ചാതുരതയെ വിളിച്ചറിയിക്കുന്ന കാർവിങ്സും പെയിന്റിങ്സും അവിടെ കാണാൻ സാധിക്കും. അതോ ഇതെല്ലാം ഗോൾഡ് പ്ലേറ്റിംഗിലാകുമ്പോൾ അങ്ങ് വെട്ടിത്തിളങ്ങുകയാണ്. ശ്രീബുദ്ധന്റെ വിവിധ പോസുകളും വിവിധ സൈസിലുമുള്ള പ്രതിമകൾ കൊണ്ട് ഭിത്തികളൊക്കെ അലങ്കരിച്ചിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുമോ, ഈ ടെമ്പിളിനകത്ത് ബുദ്ധന്റെ 8 ഇഞ്ച് തൊട്ട് 12 ഇഞ്ച് വരെയുള്ള 1,25,000 പ്രതിമകളാണ് നിരത്തി വെച്ചിരിക്കുന്നത്. ശരിക്കും കണ്ണഞ്ചി പോകുന്നുള്ളതാണ്. അതുപോലെ തന്നെ ശ്രീബുദ്ധന്റെ ഈ സ്റ്റാച്യു ഒരു യമണ്ടൻ മലയുടെ മുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ തിമ്പുവിന്റെ ഏത് ഭാഗത്തുകൂടി യാത്ര ചെയ്താലും ഈ ബുദ്ധ വിഗ്രഹം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശ്രീബുദ്ധൻ തെമ്പുക്കാരുടെ സദേൺ പാർട്ടിനെ മുഴുവനും വാച്ച് ഓവർ ചെയ്യുന്നത് പോലെ തോന്നും. എന്റെ പൊന്നെ, ഈ ടെമ്പിളിന്റെ മുറ്റം എന്ന് പറയുന്നത് അതിവിശാലമായ ഒരു ഏരിയയാണ്. ഇതിനു ചുറ്റിനും ശ്രീബുദ്ധന്റെയും മറ്റ് സന്യാസിമാരുടെയും പ്രതിമകൾ തന്നെ. അതെല്ലാം ബ്രാസിൽ ഉണ്ടാക്കിയിരിക്കുന്നതിന് സൂര്യപ്രകാശത്തിന്റെ കിരണങ്ങളാൽ വെട്ടിത്തിളങ്ങുകയാണ്. ശരിക്കും ഒരു മല വെട്ടി നിരപ്പാക്കിയാണ് ഈ ടെമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത്. ഇവിടെ നിന്ന് നോക്കിയെന്നാൽ നമുക്കറിയാം ഇത് എന്തുമാത്രം പൊക്കത്തിലാണെന്ന്. അതുപോലെ അഗാധമായ ഗർത്തമാണ് താഴെ. ആ വാലിയിൽ ധാരാളം ബിൽഡിങ്സും ഒക്കെ കാണാം. ഇതിലൂടെ നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും അതിശയമാണ് തോന്നുന്നത്. ഈ ടെമ്പിളിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഇവിടെയാണെങ്കിൽ നല്ല തണുപ്പുള്ള ഇളം കാറ്റുകൾ അങ്ങനെ ഞങ്ങളെ തലോടിക്കൊണ്ടേ. അപ്പോൾ എന്തെന്നില്ലാത്ത ഒരു സ്വർഗീയ അനുഭൂതി തന്നെയാണ് അനുഭവിച്ചത്. അവിടെ ഞങ്ങൾ ഓടുകയും ചാടുകയും കളിക്കുകയും ഒക്കെ ചെയ്തു. ശരിക്കും വളരെ നല്ലൊരു ഗ്രൂപ്പായിരുന്നു കേട്ടോ. ശരിക്കും ഈ ഗ്രൂപ്പിലുള്ള ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ആസ്വദിച്ചു. ഞങ്ങൾ ശരിക്കും ഓരോ നിമിഷവും ഞങ്ങൾ എൻജോയ് ചെയ്തു എന്നുള്ളതാണ്.